നമുക്കൊരു കഥ കേട്ടാലോ? ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വരേണ്ടതായിട്ടുണ്ടായിരുന്നു. മന്ത്രി ഗ്രാമത്തിൽ കൂടി കാർ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ കാർ വഴിയിൽ കേടായി. അദ്ദേഹം നോക്കിയിട്ട് കാർ നന്നാക്കാൻ കഴിയുന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് അദ്ദേഹം ഇങ്ങനെ വഴിയിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ ആൺകുട്ടി അതിലേ പോവുകയുണ്ടായി. അവൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്കിൾ, എന്തു പറ്റി? ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? മന്ത്രിക്ക് ആ കൊച്ചു പയ്യൻ്റെ ചോദ്യത്തിൽ ചിരി വന്നെങ്കിലും അദ്ദേഹം പറഞ്ഞു, അയ്യോ, എൻ്റെ കാർ കേടായി, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതിന് കുട്ടി പറഞ്ഞു, എൻ്റെ പപ്പ ഒരു മെക്കാനിക്കാണ്, ഇടയ്ക്ക് ഞാൻ പപ്പയുടെ കൂടെ വർക്ക്ഷോപ്പിലൊക്കെ പോകാറുണ്ട്. അങ്കിള് പെർമിഷൻ തരികയാണെങ്കിൽ ഞാൻ ഈ കാർ ഒന്ന് നന്നാക്കാൻ ശ്രമിക്കാം. അവൻ്റെ ആത്മവിശ്വാസം കണ്ട് അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ശരി, നീ നന്നാക്കിക്കോ. കുട്ടി അദ്ദേഹത്തിനോട് വണ്ടി നന്നാക്കാനുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങി പണി തുടങ്ങി. അവൻ്റെ സൂക്ഷ്മതയോടുകൂടിയുള്ള പണിയൊക്കെ കണ്ട് മന്ത്രി ഇങ്ങനെ നോക്കി നിന്നുപോയി. അല്പനേരം കഴിഞ്ഞ് കുട്ടി മന്ത്രിയോട് പറഞ്ഞു, അങ്കിൾ, ഇനി എൻജിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കേ. മന്ത്രി എൻജിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, വണ്ടിക്ക് ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായതായി തോന്നാത്ത വിധത്തിൽ അത് സ്റ്റാർട്ടായി. അദ്ദേഹം സന്തോഷത്തോടു കൂടി കുട്ടിയോട് നന്ദി പറഞ്ഞു. പോകാൻ നേരം കുട്ടിയോട് ചോദിച്ചു, മോനെ, നീ എന്താ ഇന്ന് സ്കൂളിൽ പോയില്ലേ? അപ്പോൾ കുട്ടി പറഞ്ഞു, അതോ, എൻ്റെ സ്കൂളിൽ നിന്ന് ഏതോ മന്ത്രി വരുന്നുണ്ട്. ഞാൻ ആ സ്കൂളിലെ ഏറ്റവും മണ്ടനും കഴിവില്ലാത്ത കുട്ടിയും ആയതുകൊണ്ട് ടീച്ചേഴ്സ് എന്നോട് ഇന്ന് സ്കൂളിൽ ചെല്ലേണ്ട എന്നും പറഞ്ഞു. എന്നെപ്പോലെ ഒരുവനെ മന്ത്രി കാണേണ്ട എന്നും പറഞ്ഞു. ഇത് കേട്ട് മന്ത്രിക്ക് വളരെ വിഷമം തോന്നി. അദ്ദേഹം ഈ കുട്ടിയെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കാറിലെത്തി സ്കൂളിലേക്ക് യാത്രയായി. അവിടെ സ്കൂളിലോ മന്ത്രിയെ സ്വീകരിക്കാൻ ഭയങ്കര ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. മന്ത്രിയുടെ കാർ സ്കൂളിൽ വന്ന് നിന്നപ്പോൾ എല്ലാവരും ഓടി മന്ത്രിയെ സ്വീകരിക്കാൻ ചെന്നു. എന്നാൽ ഇതെന്ത്? മന്ത്രിയുടെ കൂടെ ഈ കുട്ടി എങ്ങനെ വരുന്നു? മന്ത്രിയാണെങ്കിൽ ഈ കുട്ടിയുടെ കൈക്ക് പിടിച്ച് കുട്ടിയെ സ്റ്റേജിൽ കൊണ്ടുപോയി എല്ലാവരുടെയും മുമ്പിൽ കുട്ടിയെ പ്രശംസിക്കുകയും ആദരിക്കുകയും ചെയ്തു. അവൻ്റെ കഴിവിനെ പറ്റി എല്ലാവരെയും അറിയിച്ചു. ഒരു പാവപ്പെട്ട കൊച്ചുകുട്ടിക്ക്, അതായത് എല്ലാവരാലും തഴയപ്പെട്ട ഈ കുട്ടിക്ക് ഇതിലും വലിയ അംഗീകാരം എവിടെ നിന്ന് കിട്ടാനായിരുന്നു? പ്രിയമുള്ളവരെ, ഇങ്ങനെ ചില സന്ദർഭങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടില്ലേ? ഈ സമൂഹത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും ചിലപ്പോൾ നമ്മളെ അംഗീകരിക്കാതെ, നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കാതെ നമ്മളെ മാറ്റി നിർത്തിയ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇപ്പോഴും നിങ്ങൾ അങ്ങനെയുള്ള അവസ്ഥയിൽ തന്നെ ആണെങ്കിൽ ദയവായി നിരാശപ്പെടരുത്. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം ദൈവം തീർച്ചയായിട്ടും നൽകും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ സത്യസന്ധതയോടുകൂടി ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കഴിവുകളെ ഉപയോഗിക്കണമെന്ന് മാത്രം. കാരണം ഒരു കഴിവുമില്ലാത്ത ഒരാളെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരിലും എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവുണ്ട്. പക്ഷെ പലപ്പോഴും അത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ തന്നെ ആകും നമ്മളുടെ കഴിവുകളെ പോലും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന മനുഷ്യർ. നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള മഹാന്മാരിൽ പലരും വിദ്യാലയങ്ങളിൽ നിന്ന് നേടിയ അറിവ് കൊണ്ട് മാത്രമാണോ ഉയർന്ന നിലകളിൽ എത്തിയിട്ടുള്ളത്? അവരിൽ ചിലർ വിദ്യാലയത്തിൽ പോയിട്ട് പോലും ഇല്ലാത്തവരുണ്ട്. പ്രിയമുള്ളവരെ, വിദ്യാലയം മാത്രമല്ല നമുക്ക് ബുദ്ധിയും അറിവും നൽകുന്നത്. പലതും നമ്മളെ ജീവിതം കൂടി പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മളെ ഉയർത്താൻ തുടങ്ങുമ്പോൾ, നമുക്ക് വഴികളെ തുറക്കാൻ തുടങ്ങുമ്പോൾ അതാർക്കും തടയാൻ കഴിയുകയില്ല. ഇത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. ഞങ്ങളെ തളർത്താൻ ആളുകൾ ശ്രമിച്ച അതേ സ്ഥലത്ത് തന്നെ ദൈവം എളിയവരെ ഏറെ ഉയർത്തിയിട്ടുമുണ്ട്. ഫിലിപ്പിയർ 2:3 ഇപ്രകാരം പറയുന്നു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. അതെ, താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഒരുപക്ഷെ ഇനി നമ്മൾ തന്നെ മറ്റുള്ളവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഒരു വെല്ലുവിളിയോ തടസ്സമോ ആകുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം. ഈ കുട്ടിയുടെ കൈക്ക് പിടിച്ച് മന്ത്രി അവനെ പ്രശംസിച്ച് മുന്നോട്ട് കൊണ്ടുവന്നതുപോലെ നമ്മളും മറ്റുള്ളവരുടെ കഴിവുകളെ ചവിട്ടി താഴ്ത്താതെ അവരെ മുന്നോട്ട് കൊണ്ടുവരാനും പ്രോത്സാഹിപ്പിക്കുവാനും ഇനി ശ്രമിക്കാം.